ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. പ്രവർത്തനരഹിതമായ PF അക്കൗണ്ടുകൾ കണ്ടെത്താനും നിക്ഷേപം ക്ലെയിം ചെയ്യാനും പുതിയ ഓൺലൈൻ പോർട്ടലുമായി EPFO. വർഷങ്ങളായി അവകാശങ്ങളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങൾ യഥാർത്ഥ ഉടമകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന ഈ സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ജോലി മാറുമ്പോഴോ വിരമിക്കുമ്പോഴോ PF തുക പിൻവലിക്കാത്തതിനാലോ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റാത്തതിനാലോ ആണ് അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകുന്നത്. വർഷങ്ങളായി അവകാശികളില്ലാതെ കിടക്കുന്ന ഇത്തരം അക്കൗണ്ടുകളിലെ പണം യഥാർത്ഥ ഉടമകളിലേക്ക് എത്തിക്കുകയാണ് പുതിയ പോർട്ടലിന്റെ ലക്ഷ്യം. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ പഴയ അക്കൗണ്ടുകൾ തിരയാനും അവയിലെ തുക നിലവിലെ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കാനോ പിൻവലിക്കാനോ ഉള്ള അപേക്ഷകൾ പോർട്ടൽ വഴി നൽകാം. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുമായി ബന്ധിപ്പിച്ചാകും ഈ സംവിധാനം പ്രവർത്തിക്കുക. ഇതിലൂടെ PF നടപടികൾ കൂടുതൽ സുതാര്യമാകുമെന്നും അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകുന്നത് കുറയുമെന്നും EPFO കരുതുന്നു. നിലവിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് അവകാശികളില്ലാതെ EPFO അക്കൗണ്ടുകളിൽ കെട്ടിക്കിടക്കുന്നത്. പുതിയ പോർട്ടൽ വരുന്നതോടെ തൊഴിലാളികൾക്ക് തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആവശ്യത്തിന് ഇന്ധന സ്റ്റോക്കില്ലാതെ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾക്ക് ഇന്ധന സ്റ്റോക്ക് നൽകുന്നതിൽ എണ്ണ കമ്പനികൾ ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത നിയന്ത്രണമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. 2 ദിവസം കഷ്ടിച്ച് തള്ളി നീക്കാനുള്ള ഇന്ധനം മാത്രമാണ് എണ്ണ കമ്പനികൾ നിലവിൽ പമ്പുകൾക്ക് നൽകുന്നത്. പമ്പിൽ ഒരു ദിവസം നടക്കുന്ന ശരാശരി വിൽപ്പന കണക്കാക്കി 12 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കാണ് നിലവിൽ അനുവദിക്കുന്നത് എന്നാണ് വിവരം. അളന്നുമുറിച്ചുള്ള ഈ വിതരണം കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പെട്രോൾ പമ്പുകൾ. വേനൽ അവധി കാരണം സംസ്ഥാനത്ത് ഇന്ധന ഉപഭോഗം 10 മുതൽ 13% വരെ കൂടിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിനിടയിലാണ് സ്റ്റോക്ക് ഔട്ട് ഭീതിയുമായി പമ്പുകളുടെ പ്രവർത്തനം. പമ്പിലേക്കുള്ള ഇന്ധന ടാങ്കർ എത്താൻ മണിക്കൂറുകൾ വൈകിയാൽ പോലും പ്രവർത്തനം അവതാളത്തിലാകുമെന്നാണ് നിലവിലെ സ്ഥിതി. ഓരോ പെട്രോൾ പമ്പിലും ശരാശരി എത്ര ലിറ്റർ ഇന്ധനം വിറ്റുപോകുന്നുണ്ടെന്നും മിച്ചമുള്ള അളവ് എത്രയാണെന്നുമുള്ള കണക്കുകൾ ഓട്ടോമേഷൻ സംവിധാനം വഴി ബന്ധപ്പെട്ട സെയിൽസ് ഓഫീസർക്ക് അറിയാൻ കഴിയും. ഇതനുസരിച്ചാണ് സെയിൽസ് ഓഫീസർമാർ വഴി കമ്പനികൾ പമ്പിലേക്ക് ലോഡ് അനുവദിക്കുന്നത്. പെട്രോൾ പമ്പിലെ സംഭരണ ടാങ്കുകളിൽ ഏറ്റവും അടിയിലായുള്ള 1500 മുതൽ 2000 ലിറ്റർ വരെയുള്ള ഇന്ധനം വിൽപ്പന ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ഡെഡ് സ്റ്റോക്കാണ്. ടാങ്ക് ഡ്രൈ ഔട്ട് ആകാതെ സൂക്ഷിക്കാനുള്ള ഇന്ധനമാണിത്. എന്നാൽ നിലവിലെ സ്റ്റോക്ക് പരിമിതി കാരണം മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ പമ്പുകളിൽ ഇന്ധനം ഡ്രൈ ഔട്ട് ആകുന്ന സാഹചര്യമാണുള്ളതെന്ന് കേരള സ്റ്റേറ്റ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുകയാണ്. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. കഠിനമായ ചൂടിനെ തുടർന്ന് സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചിരുന്ന സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയെ തുടർന്ന് ചൂട് നേരിയ തോതിൽ കുറഞ്ഞതാണ് വൈദ്യുതി ഉപഭോഗം താഴാൻ കാരണമായത്. ഇതോടെ ലോഡ് വർധനവ് മൂലമുണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങൾക്കും പരിഹാരമായി. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB വ്യക്തമാക്കി. വേനൽ കടുത്തോടെ AC, കൂളർ എന്നിവയുടെ അമിത ഉപയോഗം കാരണം വൻതോതിലുള്ള വൈദ്യുതി വർധനവാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG ക്ഷാമം രൂക്ഷമായത് വീടുകളിൽ ഇൻഡക്ഷന്റെ ഉപയോഗം കൂട്ടിയിരുന്നു. ഇതും വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് അവറിലാണ് വൈദ്യുതി നിയന്ത്രണം. വരും ദിവസങ്ങളിൽ വേനൽമഴ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.